നമസ്കാരം. ഇസ്രയേൽ സംയുക്തമായി ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം ശക്തമാക്കിയായിരുന്നു. തലസ്ഥാനമായ അബുദാബിയിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ പൗരൻ കൊല്ലപ്പെട്ടു. നഗരത്തിലെ ജനവാസ മേഖലയിൽ മിസൈൽ പതിച്ചാണ് മരണം. എമിറേറ്റ്സ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സേന പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളിൽ വീണാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. കൊല്ലപ്പെട്ടത് ഒരു ഏഷ്യൻ വംശജനാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇസ്രയേലിനും ബഹ്റൈനും ഖത്തറിനും സൗദിക്കും കുവൈറ്റിനും പിന്നാലെ യിലും ആക്രമണം ഉണ്ടായതോടെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായിരിക്കുകയാണ്. അധികൃതർ രാജ്യത്തുടനീളം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിലച്ച അവസ്ഥയിലാണ്. യിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസിയും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതരും എംബസിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബഹ്റൈനിലെ US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയടക്കം ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും അപായ സൈറണുകൾ മുഴങ്ങിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ബഹ്റൈനിൽ ഉഗ്രസ്ഫോടനങ്ങൾ നടന്നെന്നാണ് വ്യക്തമാകുന്നത്. മേഖലയിലെ എല്ലാ ഇസ്രായേൽ സൈനിക ആസ്ഥാനങ്ങളും തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ കുർദിഷ് മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേന വെടിവെച്ചിട്ടതായി കുർദിഷ് സുരക്ഷാ സേന അറിയിച്ചു. ഇർബിൽ നഗരത്തിന് നേരെയും വിമാനത്താവളത്തിന് സമീപവും ഇറാൻ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇർബിലിന് മുകളിലെത്തിയ നിരവധി മിസൈലുകളെയും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളെയും അന്താരാഷ്ട്ര സഖ്യസേന വിജയകരമായി തടയുകയും തകർക്കുകയും ചെയ്തുവെന്ന് ഇറാഖിലെ സ്വയംഭരണാധികാരമുള്ള കുർദിസ്ഥാൻ മേഖലയിലെ തീവ്രവാദ വിരുദ്ധ സേന പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രസ്താവനയിൽ പറഞ്ഞു. നിലവിലെ സൈനിക നീക്കങ്ങൾ എല്ലാവർക്കും അപകടകരമാണ്. ഇതുടൻ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നിർണായക നിമിഷത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ ദേശീയ ഭൂപ്രദേശത്തിന്റെയും പൗരന്മാരുടെയും ആസ്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത പങ്കാളികൾ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ വിന്യസിക്കാൻ ഫ്രാൻസ് തയ്യാറാണെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു. അതേസമയം ഖത്തറിൽ മിസൈൽ ആക്രമണം ഉണ്ടായി. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിനെ അടക്കം ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഉണ്ടായത്. രാജ്യത്ത് 2 തവണകളായിട്ടാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം ഖത്തറിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണങ്ങളെ ഖത്തർ വിജയകരമായി പ്രതിരോധിക്കുകയും ചെയ്തു. സുരക്ഷാ മുൻകരുതലുകളും ജാഗ്രതയും ഏകോപിതമായ പരിശ്രമത്തിലൂടെയും എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ദോഹയ്ക്ക് മുകളിലൂടെ പറന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലുകളെ മിസൈൽ വേദ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഖത്തർ തകർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിലല്ലാത്ത ഇടങ്ങളിലാണ് പതിച്ചത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി താൽക്കാലികമായി വ്യോമപാത അടച്ചിരുന്നു. താമസക്കാരും പൗരന്മാരും ജാഗ്രത തുടരണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പൗരന്മാരുടെ താമസക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി.